ഹലോ, ഞാൻ കുഞ്ഞുണ്ണിയാ. കുഞ്ഞുണ്ണി, ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്, ജസ്റ്റ് ഫാന്റാസ്റ്റിക്. മനസ്സിലായില്ലേ? ഞാൻ അശ്വതിയാ. ഇനി കണ്ടോ, അവര് കുഞ്ഞുണ്ണിയെ കണ്ട ഓടി ഒളിക്കും. യു ഹാവ് ബിക്കം ദ ഹീറോ ഓഫ് ദ കോളേജ്. എന്താ ഒന്നും മിണ്ടാത്ത? എനിക്ക് കെട്ടിപ്പിടിക്കണം തോന്നി. പക്ഷെ എന്ത് ചെയ്യും, ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നോണ്ട്. കുഞ്ഞിന് എന്താ ഒന്നും മിണ്ടാത്തത്? എന്തോ സംസാരിച്ചു കഴിഞ്ഞില്ലേ? ഗോ ടു റൂം. എനിക്ക് ഫാഷനോട് വലിയ ഭ്രമമാണ്. എങ്കിലും ഇപ്പോഴും ഗ്രാമം എന്ന് വെച്ചാൽ എനിക്ക് ജീവനാ. പുഴയും നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പും എല്ലാം. കുഞ്ഞുണ്ണി എന്തെങ്ങനെ നെർവസ് ആവുന്നത്? അല്ല, ആരെങ്കിലും കണ്ടാൽ. കഷ്ടം. കുഞ്ഞുണ്ണിക്ക് ഒരു പെണ്ണിന്റെ ധൈര്യം പോലും ഇല്ലല്ലോ. എന്നെ നോക്കി പഠിക്ക്, ഞാനെത്ര ഫ്രീ ആയിട്ടായിരിക്കുന്നത്. അയ്യോ, വാർഡൻ വരട്ടെ. ശരി. രക്ഷപ്പെട്ടു. ദേ എന്നെ കണ്ടില്ലേ, ഞാൻ എത്ര ഫ്രീ ആയിട്ടായിരിക്കുന്നത്. ആ, ഇതെനിക്കും ചെയ്യാം. ഒരു കണ്ടീഷൻ. കുഞ്ഞുണ്ണി അടിച്ചിട്ടാ കുഞ്ഞുണ്ണി പറയുന്ന പോലെ ഞാൻ ചെയ്യാം. ഞാൻ അടിച്ചിട്ടാ ഞാൻ പറയുന്ന പോലെ കുഞ്ഞുണ്ണി ചെയ്യണം. ഓക്കെ? എടുത്തോ. ഫസ്റ്റ് കണ്ടീഷൻ, കുഞ്ഞുണ്ണി കുറച്ചുകൂടി സ്മാർട്ട് ആയിട്ട് ഡ്രസ് ചെയ്യണം. സെക്കൻഡ് കണ്ടീഷൻ, ഈ ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റണം. തേർഡ് കണ്ടീഷൻ, പിന്നെ 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 ശ്രീധരൻ വിഷമിക്കണ്ട, ഞാനൊന്ന് നോക്കട്ടെ. മുട്ടിഞ്ഞ പലിശ അവന്. എന്നാലും സാരമില്ല, കുഞ്ഞുണ്ണിക്ക് എത്രയും വേഗം പൈസ അയച്ചു കൊടുക്കണം. എന്നാ ഞാൻ പോട്ടെ. ശരി, വൈകിട്ട് വിവരം അറിയിക്കണം. പൊക്കോ, ചെല്ല്. എന്ത് പറ്റിയത്? ഉണ്ടോ സാറാ? ആരത്? എന്താ കിട്ടാ വന്നത്? ഞാൻ ചേട്ടനെ ഒന്ന് കാണാൻ വന്നതാ. ചേട്ടൻ കുളിക്കുവാണല്ലോ, എന്താ? ഒന്നുമില്ല, ഞാൻ ചുമ്മാ. പിന്നെ പിന്നെ പറ, ഇങ്ങോട്ട് പോരട്ടെ. ദേ ഇപ്പൊ ഞങ്ങൾ കണ്ടു പിരിഞ്ഞതേ ഉള്ളൂ. ആരാടി അവിടെ? എന്താടാ? ഇവിടെ ഞാൻ മാത്രല്ലേ ഉള്ളൂ. ഓ, നിന്നോടായിരിക്കും. നിന്നോട് തന്നെയാ ചോദിച്ചത്. എന്താ വിശേഷം? ഇപ്പോ എത്രയാണോ പലിശ? അറിഞ്ഞിട്ടെന്ന് വേണം. കുറച്ച് രൂപ വേണമായിരുന്നു വായ്പയായിട്ട്. ആർക്കാ? വേണ്ടപ്പെട്ട ആൾക്ക് തന്നെയാ. ശ്രീധരൻ വല്ലാത്ത ബുദ്ധിമുട്ടിലാ.
കുഞ്ഞുണ്ണിയുടെ പഠിത്തവും എല്ലാം കൂടി അയാളെ ഞെക്കി പിഴിയാ. പാവം ഒറ്റയ്ക്ക് എന്ത് ചെയ്യും? അല്ല, അധികമൊന്നും വേണ്ട, ഒരു 2000 രൂപ മതി. ന്യായമായിട്ടുള്ള പലിശ തരാ. അല്ല, പിന്നെ അന്യായമായാലും തെറ്റില്ല. അല്ല, വെറുതെ വേണ്ട, പണയമായിട്ട് പറമ്പിന്റെ ആധാരം വേണമെങ്കിൽ തരാം. കിട്ടിയ വലിയൊരു ഉപകാരമായിരുന്നു. 2-3 മാസത്തേക്ക് മതി. കമ്പനിയിൽ നിന്നൊരു ലോണിന് അപേക്ഷിച്ചിട്ടുണ്ട്. അത് കിട്ടാനുള്ള താമസം കൊണ്ടാ ഇപ്പൊ ഇങ്ങനെ ഒരു ഏർപ്പാട് വേണ്ടി വന്നത്. തരാന്നുണ്ടെങ്കിൽ സീറൻ തന്നെ നേരിട്ട് വരും. കിട്ടാ, എന്റെ കയ്യിൽ ആവശ്യത്തിന് കാശുണ്ട്. 2000 അല്ല 2 ലക്ഷം വേണമെങ്കിലും എടുക്കാനുണ്ട്. പക്ഷെ നിന്റെ കൂട്ടുകാരനുണ്ടല്ലോ ശ്രീധരൻ, അവന് 10 നയാ പൈസ കൊടുക്കില്ല. അങ്ങനെ പറയരുത്, ഒരു നിവൃത്തിയില്ലാത്തോണ്ടല്ലേ. അവൻ ചാകാൻ കിടക്കണം അറിഞ്ഞാൽ പോലും ഈ ശിവൻപിള്ള ഒരു ചില്ലി കാശ് തരില്ല. അപ്പൊ താൻ തരില്ല, ഉറപ്പാണല്ലോ? ആ, തരില്ല. ഞാൻ മരിക്കേണ്ടി വന്നാൽ പോലും തന്റെ അടുക്ക് ഇനി ഒരു നയാ പൈസക്ക് വരില്ല. ആ നിലയ്ക്ക് തന്നെ മുഖത്ത് നോക്കി 4 പുളിച്ച തെറി എനിക്ക് പറയാമല്ലോ. ഇറങ്ങി പോടാ തീർപ്പാ. കുറയ്ക്കാതെ പട്ടി. ഒരുത്തൻ കുറച്ചോണ്ടിരിക്കുന്നുണ്ടല്ലോ. പട്ടി തെണ്ടി മാറി. നീ മരിക്കുന്നതിന് മുമ്പ് നീ കുത്തുവാൻ എടുക്കുന്നത് ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കാണും. ഈ നാട്ടുകാരുടെ എല്ലാ വകയും നിനക്കുണ്ട്. നിർത്തില്ല. 3 ദിവസത്തേക്ക് കാണുന്നവരോട് മുഴുവൻ ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കും. ഇല്ലെങ്കിൽ എന്തെങ്കിലും പണയം വെച്ചാലും ശരി, ഞാൻ കുറച്ച് കാശുണ്ടാക്കി ഒരു മൈക്ക് സെറ്റ് വാടകയ്ക്ക് ഈ നാട്ടുകാരോട് മുഴുവൻ ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കും. മനസ്സിലായിക്കോ? അതെന്റെ നിന്നെ കവലേനം കണ്ടുപോയാലുണ്ടല്ലോ, നിന്റെ മുഖത്ത് ഞാൻ എരുമച്ചാണമാരി ഇങ്ങനെ തേക്ക് ഞാൻ. തെണ്ടി കളസീതര, ഒരു വഴി അടഞ്ഞാ വേറെ 9 വഴി തുറക്കും. അതറിയാവോ? നീ ധൈര്യമായിട്ടിരിക്കേ. വേറെന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ സാരമില്ലായിരുന്നു. കുഞ്ഞണി സമയത്ത് കാശില്ലാതെ വിഷമിക്കും. അത് ഓർക്കുമ്പോഴാ. നോക്കാം. ഇനിയിപ്പോ ഇവരെന്ത് പറയുമാവും? അല്ല, നമുക്ക് നോക്കാലോ. ഞാൻ നോക്കിയിട്ട് ഒരു രക്ഷയും കാണുന്നില്ല. ഹെഡ് ഓഫീസിൽ നിന്ന് പ്രത്യേക ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, പുതിയ ലോണൊന്നും പാടില്ലെന്ന്. എന്ത് ഹെഡ് ഓഫീസ് സാറേ, ഒരു 2000 രൂപയുടെ പ്രശ്നമല്ലേ ഉള്ളൂ. No, no, that's not the thing. I have to strictly follow the instruction of my head office. And further, Reserve Bank is also very strict now. I could have done something if it is for some agricultural purpose. കൃഷി. സാറേ, സാർ ഇപ്പൊ പറഞ്ഞില്ലേ ഇംഗ്ലീഷിൽ? ഒറ്റ അക്ഷരം ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. തരാൻ പറ്റില്ലെങ്കിൽ ഒറ്റ വാക്കി പറഞ്ഞാൽ മതി, ഇല്ലെന്ന്. ഇംഗ്ലീഷും പത്രാസും ഒക്കെ ഞങ്ങളോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? പട പോ. പോലെ പ്ലോട്ട് മാത്രമേ ഉള്ളൂ പണയമായി തരാൻ. അല്ല, നാഷണൽ ഹൈവേയിൽ 1 കിലോമീറ്റർ ടാറിട്ട റോഡുണ്ട്. പോരെങ്കിൽ കൽപ്പാത്തി പുതിയ പാലവും തരാം, ഒരു റെയിൽവേ സ്റ്റേഷനും മതിയോ? സാറേ, ഈ ബീഡി തെറുപ്പിന് ലോൺ കിട്ടുമോ? വീട് തീർപ്പിനല്ലേ? യെസ്, പോസ്റ്റ് ഓഫീസ്. അയാളുടെ ഇംഗ്ലീഷ് കിട്ടില്ലേ? ഇയാൾ ഒരു വെള്ളക്കാരന്റെ മോനോ? കൊരങ്ങൻ. മോന്തൊക്കെ ഒരു ചവിട്ട് വെച്ച് കൊടുക്കണം. ശ്രീധരേട്ടാ, മാനേജർ എന്ത് പറഞ്ഞു? 2000 രൂപയായിട്ട് തരാൻ പറ്റൂല, കുറഞ്ഞത് 20,000 രൂപയാണെങ്കിൽ നോക്കാവെന്ന്. ഞങ്ങൾക്ക് അത്ര ആവശ്യമില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇനി പോന്നു. തമാശകളാ. എന്താ പറഞ്ഞത്? എന്ത് പറയാനാ? നീ ജോലി ചെയ്യുന്ന ബാങ്കല്ലേ, ഞങ്ങളെക്കാൾ കൂടുതൽ നിനക്കറിയാമല്ലോ. ഞങ്ങൾ പോന്നു. ഞാനൊരു കാര്യം പറഞ്ഞ ശ്രീധരേട്ടൻ ദേഷ്യപ്പെടരുത്. എന്റെ SB അക്കൗണ്ടിൽ കുറച്ച് പൈസ അടുപ്പുണ്ട്, ഞാനത് എടുത്തു തരാം. വേണ്ട. വെറുതെ ആണെന്ന് കരുതണ്ട. ശ്രീധരേട്ടൻ നിർബന്ധമാണെങ്കിൽ ഞാൻ പലിശ വാങ്ങിച്ചോളാം. വേണ്ട. അതെന്താ ശ്രീധര, ആരുടെയും കാശല്ലേ? കൂടാതെ പത്മം പലിശ വാങ്ങിച്ചോളാന്നാ പറയുന്നത്. പിന്നെന്താ? ഏയ്, അതൊന്നും ശരിയാവില്ല. വേണ്ടെങ്കിൽ വേണ്ട. കുഞ്ഞുണ്ണി കോളേജ് വിട്ടിഞ്ഞ് പോരും, അത്ര തന്നെ. പിന്നെ ആ സമയത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല കേട്ടോ. അതും ഇതും ആലോചിക്കുന്ന എന്തിനാ? ഈ വക കാര്യങ്ങളൊന്നും ആവശ്യമില്ലാത്ത വാശി പിടിക്കരുത്. ഒന്നില്ലെങ്കിലും കുഞ്ഞുണ്ണിയുടെ ആവശ്യത്തിനല്ലേ വാങ്ങിക്കുന്നത്. വാ. കുട്ടൻ പട്ടം പറത്തി, പട്ടം പൊട്ടി കുട്ടൻ കരഞ്ഞു. പട്ടം പൊട്ടി കുട്ടൻ കരഞ്ഞു. അപ്പൂപ്പൻ പപ്പടം ചുട്ടു. ചുട്ട പപ്പടം തട്ടി പൊട്ടിച്ചു. മോർണിംഗ് വന്നേ.
കുറച്ചു കഴിഞ്ഞ് വഴക്ക് പറയാനല്ലേ? ഇല്ല മോനെ, മാമൻ അതൊക്കെ വെറുതെ പറയുന്നതല്ലേ. പിന്നെ അമ്മ കൂടെ ഉള്ളപ്പോ വഴക്ക് പറയുന്നതോ? അത് പിന്നെ എല്ലാ മാമന്മാരും അങ്ങനെയാ മോനെ. എന്താ മോളെ? എന്റെ ഈശ്വര, മാറി നിൽക്കടാ. എന്തിനാ മേത്തോട്ട് വലിഞ്ഞേറുന്നത്? പോടുന്നു അശ്രീകരം. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ പുന്നാരിക്കുന്നതൊക്കെ കുറച്ചു കഴിഞ്ഞ് വഴക്ക് പറയാനാണെന്ന്. എന്തിനാ അമ്മേ ഈ മാമൻ എപ്പോഴും കണ്ട എന്നോട് ദേഷ്യപ്പെടുന്നത്? ഇല്ലേ? ആരാണെന്ന് മനസ്സിലായില്ല. ഞാൻ കുഴി വല്ല ദുബായിന്നാ. സാറേ ഇരിക്കൂ. എന്താണാവോ വേണ്ടത്? മിസ്റ്റർ കുഞ്ചുണ്ണി ഇല്ലേ? സ്റ്റുഡന്റ് അല്ലേ? ഉണ്ട്, വിളിക്കാം. എടോ, ആ കുഞ്ഞുണ്ണി ഒന്ന് വിളിക്ക്. ദുബായിന്ന് ഒരു സാറ് വന്നിട്ടെന്ന് പറ. ശരി സാർ. അപ്പൊ ദുബായിൽ എന്താണോ പോസ്റ്റ്? വലിയ പോസ്റ്റ് ആയിരിക്കും. വലിയ പോസ്റ്റാ. എക്സ്പോസ്റ്റ് ഇമ്പോസ്റ്റ്. ഓ അത് ശരി, എക്സ്പോർട്ട് ഇമ്പോർട്ട്. ഇറക്കുന്നുണ്ടാവും. എ സി കിടന്ന് ശീലിച്ചോണ്ട് തീരെ വയ്യ. ഹലോ, എക്സ്ക്യൂസ് മീ. ഹലോ ഹലോ. ആ ആ ഞാൻ തന്നെ. ആരാണ്? ഓഹോ ഹോ 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 ഹോ, അത് ശരി, അഡ്മിഷന്റെ കാര്യമാണല്ലേ? അത് ശരി. ഓ ശരിയാക്കാം, ഓ ശരിയാക്കാം. അയ്യോ, ആരെങ്കിലും കേൾക്കും. ഇവിടെ അതിന്റെ പ്രശ്നമൊന്നുമില്ല. നേരിട്ട് ഇങ്ങോട്ട് വന്നാ മതി. ഇവിടെ വളരെ സ്ട്രിക്റ്റാ കാര്യങ്ങൾ. ഞാനല്ലേ നോക്കുന്ന കാര്യങ്ങളെല്ലാം. ആ പിന്നെ എപ്പോ വരും? 10 മണിക്കോ? ആ, പ്രാർത്ഥനയൊക്കെ ഇപ്പോഴും ഉണ്ടോ? അതിനെന്താ, പാൻസ് ഇട്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ പാടില്ല. ദുബായിൽ നിന്ന് ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. ദുബായിന്നോ? അതെ. ഈ പറഞ്ഞ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന എങ്ങനെയാ? ശരിയാക്കി തരാന്ന് പറഞ്ഞില്ലേ? ആ ആ ശരിയാക്കാം. വെക്കട്ടെ. ആ അത് ശരി. അപ്പൊ ദുബായിൽ ബീഡി തിരപ്പായിരുന്നു ജോലിയില്ലേ? യെസ്. ഇതല്ലേ ആള് മാറിയോ? അല്ല, ഇതല്ലേ ഹോസ്റ്റൽ? അയ്യോ, ഇത് കിട്ടേട്ടനല്ലേ? അതെ. അയ്യോ അയ്യോ, എടാ നീ ആയ മാറിയല്ലോടാ കുഞ്ഞുണ്ണി. ഇത് ആരും എന്റെ കുഞ്ഞുണ്ണി അല്ലേ? കൊള്ളാ. ഇത് തന്നെ ആള്. പോകാം. കണ്ണട. അപ്പൊ വരട്ടെ. ഉള്ള കർലാസ് നാശായി. അവന്റെ ഒരു ദുബായും ഒരു കൂളിംഗ് ഗ്ലാസും ഒരു ബീഡി തിരപ്പും ഒറിജിനൽ ബസ് സ്റ്റാൻഡാ സാധനം. നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല ഞാനിത് പറയുന്നത്. ഗ്രാമത്തിൽ നിന്ന് വരുന്നവർക്ക് പരിഷ്കാരം കാണുമ്പോ ആഗ്രഹം ഉണ്ടാവാം. ഈ കാണുന്നൊക്കെ കൊള്ളാം, അതിന് സൗകര്യമുള്ളവർക്ക്. മോനെ, നമ്മുടെ കഴിവിനനുസരിച്ചൊക്കെ പോരെ. ശ്രീധരൻ എന്തുമാത്രം ബുദ്ധിമുട്ടിയിട്ടാണ് നിന്നിവിടെ പഠിപ്പിക്കുന്നതെന്ന് അറിയാവൂ? അല്ല, അത് ഞാൻ പറയാതെ നിനക്കറിയാം. അത് നീ ഓർത്തിരുന്നാ നിനക്ക് തന്നെ നല്ലത്. നിനക്കിപ്പോ ഒറ്റ ചിന്തയെ പാടും. പഠിക്കുക, നന്നായി പഠിക്കുക, ചേട്ടനോടുള്ള കടമ നിർവഹിക്കുക. കേട്ടോ? അപ്പൊ ഞാൻ ഇറങ്ങുക. എനിക്ക് ബസ്സിന് സമയമായി. ഇതാ, ഈ കാശെടുത്ത് സൂക്ഷിച്ചു വെച്ചോ. അപ്പോ ഇനി വല്ലപ്പോഴും ഇങ്ങോട്ട് ഇറങ്ങാം. എന്റെ ദൈവമേ, ഏത് നേരത്താണാവോ ഞാൻ ഇറങ്ങി തിരിച്ചത്. ഒടുക്കത്തൊരു ബസ് സമരവും ഇല്ലത്തൊന്ന് ഇറങ്ങുകയും ചെയ്ത് അമ്മാത്തോട്ട് എത്തിയതുമില്ല.
എങ്ങോട്ടാ? ഞാൻ ബോംബെക്ക്. എന്താ എന്നെ ഈ ഓട്ടോറിക്ഷ കൊണ്ടുപോകാൻ നോക്കുവോ? ഇവിടെ ഭൂമി വേണം എഴുതണ്ട ഓട്ടോറിക്ഷ കയറി കഴിഞ്ഞ ഈ കാലത്ത്. ഒരു രൂപ മാത്രം. ഒരു രൂപ. എല്ലാ സാധനങ്ങളും ഒരേ ഒരു രൂപ മാത്രം. ഒരേ രൂപ മാത്രം. ഏതെടുത്താലും ഒരു രൂപ. ഹലോ ആശാനെ, ആ ഇതെന്താ വില? ഒരു രൂപ മാത്രം സാറേ. നോക്കിയെടുത്തട്ടെ. ഒരു രൂപയോ? ആ ഒരു രൂപ. ഭയങ്കര ലാഭമുള്ളൂ. ഇതെന്താ വില? ഒരു രൂപയുള്ളൂ. ഒരു രൂപയുള്ളൂ. ഒരു രൂപയുള്ളൂ. ഒരു രൂപ. ഭയങ്കര ലാഭം. അപ്പൊ ഇതെന്താ വില? ഏതെടുത്താലും ഒരു രൂപയാണ് സാറേ. സാറിന് ഇഷ്ടമുണ്ടെ വാങ്ങിച്ചാൽ മതി, ഇല്ലെങ്കിൽ പോവാം. ഭയങ്കര ലാഭമുള്ളൂ. ഒരു രൂപ. സോഫ്റ്റ് ജീപ്പ് കണ്ടടിക്കാം. കാശും ഇല്ലാണ്ടായി. ഏതെടുത്താലും ഒരു രൂപ. കഷ്ടമാണ്. ഒരു രൂപ. എന്നാ ഒരു രൂപ. ഒരു രൂപ. ഏതെടുത്താലും ഒരു രൂപ അല്ലേ? നോക്കിയെടുത്താ അപ്പൊ ഒരു രൂപ. ഇതെടുത്താലോ? അമ്മണി, ജയിലിൽ കിടക്കുന്ന അവൻ എന്തിനാണ് നിനക്ക് കത്തെഴുതിയത്? എടി പറയാൻ. നിന്റെ അച്ഛനെ കൊന്നവൻ ജയിലിൽ നിന്ന് വരുന്നവരെ നിന്നെ എന്തിനെഴുതി അറിയിക്കണം? എടി നിന്നോടാ ചോദിച്ചത്. മര്യാദക്ക് പറ. ഇതിനു മുമ്പ് അവന്റെ എഴുത്ത് നിനക്ക് വന്നിട്ടുണ്ടോ? പിന്നെ ഇപ്പൊ എന്തിനാ അവൻ നിനക്ക് കത്തെഴുതിയത്? നീ പറയില്ല അല്ലടി? എന്റെ അമ്മ ഒന്നും ചെയ്യരുത്. എന്റെ അമ്മ ഒന്നും ചെയ്യരുത്. ഇത്രയും നാൾ അമ്മയും മകനും കൂടെ ഒളിച്ചു കളിച്ച് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. സ്വന്തം ഭർത്താവിനെ തല്ലിക്കൊന്നവനാണ് മകളുടെ കാമുകൻ അല്ലേ? അവൻ പുറത്തു വരുന്ന നിമിഷം വീണ്ടും ഞങ്ങളിൽ ഒരാൾ ജയിലിൽ പോകും, അത് തീർച്ച. ആരായിരുന്നാലും ശരി, എന്റെ അച്ഛനെ കൊന്നവനെ ഞാൻ വെറുതെ വിടുകയില്ല, അത് മനസ്സിലാക്കൂ.